السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 128-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറൂ ഔ യക്ബിതഹും ഫയൻഖലിബൂ ഖായിബീൻ. ലിയഖ്തഅ മുറിച്ചു കളയാൻ വേണ്ടി അഥവാ നശിപ്പിച്ചു കളയാൻ വേണ്ടി, തറഫൻ ഒരു ഭാഗത്തെ, മിനല്ലദീന കഫറു സത്യം നിഷേധിച്ചവരിലെ ഒരു വിഭാഗത്തെ മുറിച്ചു കളയുന്നതിന്, ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട്. ഔ അല്ലെങ്കിൽ യക്ബിതഹും അല്ലെങ്കിൽ അവരെ അപമാനിക്കുവാനായിട്ട്. ഫയൻഖലിബു എന്നിട്ട് അവർ പിരിഞ്ഞു പോകണം. ഖായിബീന അപമാനിതരായ നിലയിൽ പിന്തിരിഞ്ഞു പോകുന്നതിനോ, അല്ലെങ്കിൽ അവരെ അപമാനിക്കുവാനോ. ഔ യക്ബിതഹും അവരെ അപമാനിക്കുവാൻ, എന്നിട്ട് അപമാനിതരായ നിലയിൽ അവർ പിന്തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറു സത്യനിഷേധികളായ ജനങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ മുറിച്ചു മാറ്റി തകർത്ത് തരിപ്പണമാക്കുന്നതിനായിട്ട്. ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നത്, ദാറ്റ് ഹി മൈറ്റ് കട്ട് ഓഫ് എ സെക്ഷൻ ഫ്രം എമംഗ് ദ ഡിസ്ബിലീവേഴ്സ്. അവിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ മുറിച്ചു മാറ്റുകയാണ്. ഓർ അബേസ് ദം, അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയാണ്. എന്തിനാണ് മുറിച്ചു മാറ്റുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നത്? സോ ദാറ്റ് ദേ മൈറ്റ് റിട്രീറ്റ് ഡിസപ്പോയിൻറ്റഡ്. അവർ നിരാശരായി മടങ്ങിപ്പോകും. അവർ എന്തിനാ വന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, എന്താണ് ചെയ്തത്, ഇനി ചെയ്യാൻ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം വലിയ ചോദ്യചിഹ്നങ്ങളും പാഠങ്ങളുമായിട്ട് ലോകത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. There are some prophecies of Allah. അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളിൽ ചിലത് which are conditional. അതിന് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് സത്യവിശ്വാസികളാണ്, അങ്ങ് വിജയിച്ചു പോരാ. അവരൊക്കെ സത്യനിഷേധികളാണ്, അവരങ്ങ് പരാജയപ്പെട്ടു പോകാം എന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടാകാം. എന്നാൽ
വിജയപരാജയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് കണ്ടീഷണലാണ്, വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ദർ ആർ സം പ്രോഫസീസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളിൽ ചിലത് വിച്ച് ആർ കണ്ടീഷണൽ, വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് അതിൻ്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ദേ ഡിപ്പെൻഡ് അപ്പോൺ വിച്ച് കോഴ്സ് ദ പേഴ്സൺ, ഒരു വ്യക്തി ഏത് രീതിയിലാണ് അവൻ അതിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒരു വിഭാഗം ജനങ്ങൾ ഓർ നേഷൻ എങ്ങനെയാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നത്. ദ പ്രൊഫസീസ് അഡ്രസ്റ്റിക്. അപ്പോൾ പ്രവചനങ്ങളൊക്കെ ഏതൊരു വിഭാഗത്തോട് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോട് നടത്തപ്പെട്ടുവോ അത് അവരുടെ പ്രവർത്തനങ്ങൾക്കനുസൃതമായ നിലയിൽ ചില ഗതിവിഗതികൾ സംഭവിക്കാം. അപ്പോൾ സത്യവിശ്വാസികൾ വിജയിക്കും, പ്രവാചകൻ വിജയിക്കും, അള്ളാഹു വിജയിക്കും, ഇതൊക്കെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. സത്യവിശ്വാസികൾ സത്യവിശ്വാസികളായിരിക്കണം, പ്രവാചകൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതിലേതെങ്കിലും ഒരു തരുമ്പ്, അള്ളാഹുവിന് ആരോടും പ്രത്യേകിച്ച് യാതൊരു പ്രത്യേകതയുമില്ല. അവന് പ്രത്യേകതയുള്ള ഒരേ ഒരു കാര്യം, അവൻ്റെ കൽപ്പനകൾ ഏത് രീതിയിൽ ഇവരനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ പാഠമാണ് യഥാർത്ഥത്തിൽ ബദറും ഉഹുദും നമ്മളെ പഠിപ്പിക്കുന്നത്, ലോകത്തെ പഠിപ്പിക്കുന്നത്. ബദറിൽ പങ്കെടുത്തതും നബിയോടൊപ്പം സഹാബാക്കൾ, ഉഹുദിൽ പങ്കെടുത്തതും നബിയോടൊപ്പം സഹാബാക്കൾ. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നൽകിയ നിർദ്ദേശങ്ങളെ അവർ പാലിക്കാതെ വന്നപ്പോൾ അവർക്ക് അനേകം ആളുകൾ മരിച്ചു വീഴുക മാത്രമല്ല മുറിവ് പറ്റുകയും ചെയ്തു. അങ്ങനെ അവർക്ക് പരാജയത്തിൻ്റെ ഒരു രുചി അവരിലേക്ക് കടന്നു ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ സത്യത്തെ നിഷേധിക്കുന്നവർ ആ പരാജയത്തിൻ്റെ രുചി സഹാബാക്കളിലൂടെ നമ്മെ പഠിപ്പിച്ചു. പിന്നെ നമ്മുടെ കാര്യം പറയണോ, വിടുവോ? ഇപ്പം അല്ലാഹു തആലയുടെ ഒരു ദൂതൻ, അദ്ദേഹം പറയുന്നത്, ലോകത്തോട് പറയുന്നത്, എന്നെ അല്ലാഹു ഈ നൂറ്റാണ്ടിൽ അല്ലാഹുവിൻ്റെ പ്രതിനിധിയായി ദൂതനായി നിയോഗിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ്. നമ്മൾ സ്വീകരിക്കുന്നു. യഥാർത്ഥമായ നില നമ്മൾ ബദറിൽ സ്വീകരിച്ചതുപോലാണോ ഉഹുദിൽ സ്വീകരിച്ചതുപോലെയാണോ? നമ്മുടെ ബന്ധസ്വന്തങ്ങളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മർമ്മപ്രധാനമായ കാര്യം അവരോട് പറയുന്നതിന് നമ്മുടെ നാവ് ചലിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ മസ്തിഷ്കം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഈ കണ്ണുകളും ചെവികളും നമ്മുടെ കാലുകളും കൈകളും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നമ്മളൊക്കെ ബദറിലെയാണോ ഉഹുദിലെയാണോ ഇനി അതിനപ്പുറത്തുള്ളതിലാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ വെച്ചാണ്, നിങ്ങൾ ആണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കും, നിങ്ങളൊന്ന് തെറ്റുകയാണെങ്കിൽ പിന്നെ എനിക്ക് ആ വലിയ ബാധ്യതയൊന്നും ഇല്ല. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ഹാഡ് ദ മുസ്ലിംസ് ഒബൈഡ്, ആ മുസ്ലിങ്ങൾ അനുസരിച്ചിരുന്നു എങ്കിൽ, ടു ദ ലെറ്റർ, അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചിരുന്നു എങ്കിൽ മുസ്ലിങ്ങൾ, ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, ആൻഡ് ദ പ്രോഫറ്റ്, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവും പ്രവാചകനും നൽകിയ ആ ഉപദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവർ പിന്തുടർന്നു എങ്കിൽ, they would have witnessed, അവർ സാക്ഷ്യം വഹിക്കുമായിരുന്നു, the glorious victory, ആ മഹോന്നതമായ മഹത്വപൂർണമായ ആ വിജയം അവർ അതിന് സാക്ഷ്യം വഹിക്കുമായിരുന്നു. ആൻഡ് ഹെൽപ്പ് ലൈക്ക് അറ്റ് ബദർ, ബദറിൽ അവർക്ക് ലഭ്യമായതുപോലുള്ള സഹായവും അവർക്ക് ലഭിക്കുമായിരുന്നു. യെറ്റ്, എന്നാൽ
അറ്റ് ഉഹദിൽ എന്താണ് സംഭവിച്ചത്? അള്ളാഹ് ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി അബൻ ദ മുസ്ലിംസ്. മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് അവൻ ഉപേക്ഷിച്ചില്ല, ഒഴിവാക്കിയില്ല. ഹീ കപ്പിൾഡ് ദെയർ വീക്ക്നെസ്സസ്. അവരുടെ ആ ദൗർബല്യത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ വിത്ത് ഹിസ് മൈറ്റ്, അള്ളാഹുവിൻ്റെ ശക്തി പ്രഭാവവും കൂടി ചേർത്ത്, ആൻഡ് ഹെൽപ്ഡ് ദം, അവരെ സഹായിച്ചു. ഈവൻ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. എപ്പോഴാണ് സഹായിച്ചത്? അവസാന നിമിഷത്തിൽ. ഒത്തിരിയൊക്കെ മരിച്ചു വീണു, ഒത്തിരിയൊക്കെ മുറിവ് പറ്റി. അപ്പോഴവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത്. ആ ലാസ്റ്റ് മിനിറ്റിലാണ് അള്ളാഹു അവരെ സഹായിക്കുന്നത്. തസ് കൺഫൗണ്ടിങ്, അങ്ങനെ ദ എനിമീസ്, ആ ശത്രുക്കളെ അള്ളാഹു കുഴപ്പത്തിലാക്കി. ആൻഡ് ഇൻസ്റ്റില്ലിങ് ഫിയർ ഇൻ ദെയർ ഹാർട്ട്സ്. എന്നിട്ട് അള്ളാഹു താല അവരുടെ ഹൃദയങ്ങളിൽ ഇൻസ്റ്റില്ലിങ്, ദൃഢമായി നൽകി, ഫിയർ, ഭയമിട്ട് കൊടുത്തു. അപ്പം ഇതൊക്കെ ആന്തരികമായിട്ട് നടക്കുന്ന പ്രതിഫലനം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചിലർ ഓടി രക്ഷപ്പെടാം, ചിലരവിടെ നിന്ന് പോരാടും, ചിലരവിടെ രക്തസാക്ഷികളാവും. ഇത് ഒക്കെ ആ സാഹചര്യത്തിലുള്ള മനോബലം അനുസരിച്ചാണ് അതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അത് നൽകിയിരിക്കുന്നത് ലോകത്തിന് വഴികാട്ടിയായിട്ടാണ്. ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുന്നവർക്ക് സന്മാർഗ ദർശനമായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, തീർച്ചയായിട്ടും അവർക്ക് എത്ര വലിയ അഗ്നിപരീക്ഷണങ്ങളുണ്ടായാലും ഒടുവിൽ അവർ വിജയിച്ചിരിക്കും. ഇതിനെ തള്ളിക്കളഞ്ഞവരെ, അവരെ രുചിപ്പിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്നും വിടത്തില്ല. ഒരു പരിധി വരെ അതിൻ്റെ നിഴലാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ എത്ര വലിയ ബദറിലും ഉഹദിലും പങ്കെടുക്കാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും ശരി, അവൻ്റെ പിടിയിലാണ് സകല അധികാരങ്ങളും ഇരിക്കുന്നത്. Therefore had the Muslims obeyed, ആയതിനാൽ ആ മുസ്ലിങ്ങൾ അനുസരണയുള്ളവരായിരുന്നെങ്കിൽ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സുരക്ഷിതരായവരെന്നാണ് കേട്ടോ. ഇന്നത്തെ നമ്മൾ കാണുന്ന മുസ്ലിങ്ങളൊന്നുമല്ല. Therefore had the Muslims obeyed the divine instructions, ദൈവിക നിർദ്ദേശങ്ങളെ അവർ അനുസരിച്ചിരുന്നുവെങ്കിൽ, they would have seen the destruction of their enemies, അവരുടെ ശത്രുക്കളുടെ ആ നാശം അവരുടെ കണ്ണുകൊണ്ട് കാണുമായിരുന്നു. ഇൻ അഡീഷൻ ടു വിറ്റ്നസിങ് their own victory, അതോടൊപ്പം തന്നെ അവരുടെ വിജയവും അവർ കാണുമായിരുന്നു. ഇഹലോകത്തിലുള്ള ചില സാധന സാമഗ്രികൾക്ക് വേണ്ടി പ്രവാചക നിർദ്ദേശങ്ങളെ അവഗണിച്ച്, മനഃപൂർവ്വമല്ലായിരിക്കാം എങ്കിലും അതിലേക്ക് പോയപ്പോൾ ആ ചെറിയ ഇതിന് പോലും അതൊരു വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. അവരെ ആ പരാജയത്തിൻ്റെ രുചി അവരുടെ കൺമുമ്പിൽ അവർ അനുഭവിക്കുന്ന നിലയിലേക്ക് വന്നു. അപ്പം they would have seen the destruction of their enemies. അവർ ആ ഇൻസ്ട്രക്ഷൻസ്, ആ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു എങ്കിൽ അവർ ശത്രുക്കളുടെ പരാജയം കാണുമായിരുന്നു. ഇൻ അഡീഷൻ, അതോടൊപ്പം തന്നെ ടു വിറ്റ്നസിങ് their own victory, അവരുടെ വിജയവും അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. ബട്ട് upon the realization of their error, എന്നാൽ അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യമായതിനു ശേഷം, ആൻഡ് ആഫ്റ്റർ കമ്മിങ് ടു ദ ബാറ്റിൽ ഫീൽഡ്, അവർ രണാങ്കണത്തിലേക്ക് വരികയായിരുന്നു. തെറ്റ് മനസ്സിലായി. ഡെസ്പൈറ്റ് ദെയർ ഇഞ്ചുറീസ്, അവർക്ക് മുറിവുകളുണ്ടായിട്ടും അവർ രണാങ്കണത്തിലേക്ക് വന്നു. അവർ പിന്തിരിഞ്ഞു പോയില്ല, തെറ്റ് മനസ്സിലാക്കിയിട്ട്. ദ ഹെൽപ്പ് ഓഫ് അല്ലാഹ് കെയിം, അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരുന്നത്.
whereby in the victory of the infidels, ഈ സത്യനിഷേധികളുടെ വിജയത്തിന് വാസ് എ ക്ലിയർ ഡിഫീറ്റ് ഫോർ ദം. അവർക്ക് വിജയം കിട്ടി എന്ന് കരുതിയിരുന്നവർക്ക് ആ വിജയം ആഘോഷിക്കാൻ കഴിയാതെ പോയി. ഫോർ അള്ളാഹ് നെവർ ഹെൽപ്സ് ദോസ് ഹു ഗോ എഗൻസ്റ്റ് ഹിം ആൻഡ് ഹിസ് മെസ്സഞ്ചർ. അള്ളാഹുവിനും അവൻ്റെ ദൂതനും എതിരായി പോകുന്നവർക്ക് അങ്ങനെ അങ്ങ് സന്തോഷിക്കാനുള്ള വഴി കൊടുക്കില്ല. പക്ഷേ വിജയശ്രീലാളിതരായി മക്കാർക്ക് മടങ്ങുവാൻ കഴിഞ്ഞില്ല. ഇൻഡീഡ് ദ മെക്കൻസ് സാ ദാറ്റ് ദേ ഹാഡ് ടു റിട്രീറ്റ്. അവർ എന്താണ് ഒടുവിൽ കണ്ടത്? അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു, മടങ്ങേണ്ട വന്നു. ബീങ് ഹ്യൂമിലിയേറ്റഡ്, അവർ അപമാനിതരായിട്ടാണ് പോയത്. ഫോർ ദേ ഫിയർഡ്, കാരണം അവർ ഭയന്നു. ദാറ്റ് ദ മുസ്ലിംസ്, ഈ മുസ്ലിങ്ങൾ, ഈ പ്രവാചകാനുചരന്മാർ, ഡെസ്പൈറ്റ് ദെയർ നൗ വെരി സ്മാൾ നമ്പർ കമ്പയർഡ് ടു ദം, അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എണ്ണത്തിൽ കുറവാണെങ്കിലും ക്യാൻ റെഡ്യൂസ് ദം, അവരെ തകർത്ത് കളയാനുള്ള കഴിവ് അവർക്കുണ്ട്. ഈ മുറിഞ്ഞു വാരി നിൽക്കുന്ന, രക്തം ചിന്തി നിൽക്കുന്ന ആളുകളും വാളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പോരാട്ട വീര്യം അവിടെ കാണിച്ചു. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്തു? അപ്പോൾ അവർക്ക് ക്യാൻ റെഡ്യൂസ് ദം ടു പീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ സഹായത്താൽ അവരെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വികാരം ഈ മക്കൻസിലേക്ക് കടന്നു വരികയും അവരിങ്ങനെ പറഞ്ഞു കൂവിയും ബാക്കി അവശേഷിച്ചവർ നിരാശരായിട്ടാണ് മടങ്ങിയത്. അവരുദ്ദേശിച്ചതുപോലുള്ള ഒരു പകരം വീട്ടൽ നടത്തി മടങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ഇതാരെങ്കിലും വിജയിച്ചോ പരാജയപ്പെട്ടോ ഉഹ്ദ് യുദ്ധമെന്ന് ചോദിച്ചാൽ വിജയവുമില്ല തോൽവിയുമില്ലാത്ത ഒരു യുദ്ധമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയവും തോൽവിയുമില്ലാത്ത ജീവിതമാകാതെ നമുക്കെപ്പോഴും സന്തോഷിക്കുവാൻ പര്യാപ്തമായ വളരെ വലിയ പാഠങ്ങളാണ് ഈ ബദർ യുദ്ധത്തിലൂടെയും ഉഹ്ദ് യുദ്ധത്തിലൂടെയും ഈ വരികളിൽ അല്ലാഹു എഴുതി വെച്ചിരിക്കുന്നത്. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറൂ ഔ യക്ബിതഹും ഫയൻഗലിബൂ ഖായിബീൻ. അങ്ങനെ അവർ നിരാശരായി, പരാജിതരായി, അപമാനിതരായി മടങ്ങേണ്ടി വരും. അതുപോലെ 2010 മുതൽ കേരളത്തിലും ഇന്ത്യയിലും ആ ദൈവിക വെളിച്ചം വ്യാപിച്ചിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് കിട്ടിയവർ ആ അതിമഹത്തായ ആ പ്രകാശധാരയെ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്ക്, മാതാവിൻ്റെ അടുത്തേക്ക്, സഹോദരന്മാരുടെ അടുത്തേക്ക്, സഹോദരിമാരുടെ അടുത്തേക്ക്, ബന്ധുക്കളുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ അപമാനിച്ചു വിട്ടവർ, അതിനെ സ്വീകരിക്കാത്തവർ, അതിനെ നിന്ദിച്ചവർ, തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം അവർ രുചിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സത്ഫലങ്ങൾ നാമും അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ ദൃഢമാനസരായി ഈ സത്യപാതയിൽ ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി മാനവകുലത്തിനാകമാനം ഈ വെളിച്ചം പകർന്നു നൽകുവാനുള്ള തൗഫീഖ്, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ദിനരാത്രങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുവാനുള്ള തൗഫീഖ് അവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി, വളരെ പ്രധാനപ്പെട്ട ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.